ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് അല്ലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അവിടുത്തെ മെയിൻ ഒരു തിയറിയാണ് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി എന്ന് പറയും. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി. ബാലൻസ് ഗ്രോത്ത് തിയറി അത് ഡിഗ്രിക്കും അതുപോലെ തന്നെ MA ക്ലാസ്സുകളിലേക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വളരെ നന്നായിട്ടുള്ള ഒരു തിയറിയാണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് സത്യത്തിൽ. അതായത് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി, അതുപോലെ തന്നെ ബിഗ് പുഷ്, അതുപോലെ തന്നെ ലേബർ സർപ്ലസ് തിയറി. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ there was a controversy among different economists. What type of investment is essential for a speedy economic growth? പണ്ട് കാലം മുതലുള്ള ഒരു കോൺട്രവേഴ്സിയാണ് പല എക്കണോമിസ്റ്റുകളും. അതായത് ഏത് ടൈപ്പിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു എക്കോണമിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയത്. സർട്ടൻ എക്കണോമിക്സ് സേസ് ദാറ്റ് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എ സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ സെക്ടേഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ചില എക്കണോമിസ്റ്റുകൾ പറയുന്നത് സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എ ഹാർമോണിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് ആർ എക്കോണമി. ഒരു എക്കോണമിയിൽ എത്ര സെക്ടറുണ്ടോ ആ സെക്ടറിലെല്ലാം ഒരേപോലെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തോളൂ, അപ്പോൾ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. അത് പറഞ്ഞ ആരൊക്കെയാണ്? റോഡൻ, ലെവിസ്, നർക്സ്. അവരെ പറ്റി മൂന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ ക്ലാസ്സുകളിലുണ്ട്. അപ്പോൾ ഇവർ മൂന്നും പറയുന്നത് ഇതാണ്: സൈമുൾട്ടേനിയസ് ഓർ എ ഹാർമോണിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻ എവരി എക്കോണമി ഓർ ഓൾ സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി ദാറ്റ് ഗീവ്സ് റൈസ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ബട്ട് സർട്ടൻ അതർ എക്കണോമിക്സ്, വേറെ ചില ആൾക്കാരുണ്ട്, അതായത് A.O. ഹിർഷ്മാൻ, അതുപോലെ പോൾ സ്ട്രീറ്റൻ, പോൾ സ്ട്രീറ്റൻ, അവരൊക്കെ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലി ഇൻ സം സെലക്റ്റഡ് സെക്ടേഴ്സ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സെക്ടറിലും കയറി ചുമ്മാ ഓടി നടന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് അല്ലെ അണ്ടർ ഡെവലപ്ഡ് എക്കോണമി ചില സെക്ടേഴ്സ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ അല്ലെ ഇൻഡസ്ട്രി അല്ലെ എഡ്യൂക്കേഷൻ അല്ലെ ഹെൽത്ത്, ഏതെങ്കിലും കുറച്ച് 1, 2, 3 സെലക്റ്റഡ് ഏരിയ എടുക്കുക. എന്നിട്ട് ആ സെലക്റ്റഡ് ഏരിയയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ അവർ വിളിക്കുന്ന പേരാണ് അൺബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയും. അൺബാലൻസ്ഡ് ഗ്രോത്ത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഏതാ? ബാലൻസ്ഡ് ഗ്രോത്ത് ആൻഡ് അൺബാലൻസ്ഡ് ഗ്രോത്ത്. അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് ആണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സാണ് അൺബാലൻസ്ഡ് ഗ്രോത്ത്. അപ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. അപ്പോൾ എല്ലാ സെക്ടേഴ്സിലും, ഒരു എക്കോണമിയിൽ ഏതൊക്കെ സെക്ടറുണ്ടോ ആ സെക്ടറിലെല്ലാം ഒരു ഹാർമോണിയസ് അല്ലെങ്കിൽ സൈമുൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നാര് പറഞ്ഞു? നർക്സ്, ലെവിസ്, റോഡൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹാർമോണിയസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് അങ്ങനെയുള്ള എക്കോണമിയിൽ ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ സൈഡ് ആൻഡ് ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ്. രണ്ട് കാര്യങ്ങൾ ഇക്വിലിബ്രിയത്തിലൂടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സപ്ലൈ സൈഡും ഡിമാൻഡ്. ഓൺ ദ സപ്ലൈ സൈഡ് ലാർജ് നമ്പർ ഓഫ് ഓർ ക്വാണ്ടിറ്റീസ് ഓഫ് ഓർ ലാർജ് സ്കെയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസിങ്. ഒരു സപ്ലൈ സൈഡ് എന്ന് പറയുമ്പോൾ ഒരു എക്കോണമിയിൽ റോ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ വേണം, ക്യാപിറ്റൽ ഗുഡ്സ് വേണം, അതുപോലെ കൺസ്യൂമർ ഗുഡ് വേണം, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലാർജ് നമ്പർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ടു ബി സപ്ലൈഡ് ഇൻ ആൻ എക്കോണമി, ദാറ്റ് ഈസ് സപ്ലൈ സൈഡ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ടു ബി ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ്. ദാറ്റ് മീൻസ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ക്രിയേറ്റഡ് ഇൻകം. ധാരാളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരും, അതുപോലെ ഇൻകം ക്രിയേഷൻ വരും. അപ്പോൾ ഈ തിയറിയിൽ രണ്ട് സൈഡുണ്ട്. ഏതാ? സപ്ലൈ സൈഡും ഉണ്ട്, ഡിമാൻഡ് സൈഡ്. അപ്പോൾ ദർ ഈസ് എ ഹാർമണി ബിറ്റ്വീൻ സപ്ലൈ സൈഡ് ആൻഡ് ഓൾസോ ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ്. രണ്ട് കാര്യങ്ങൾ തമ്മിലൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പാണ്. സപ്ലൈ സൈഡിലൂടെ എന്ത് പറഞ്ഞു? ലാർജ് നമ്പർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസിങ് ഇൻ ദ എക്കോണമി. അത് ഡിമാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് മോർ എംപ്ലോയ്മെൻറ്റ് opportunity and also income. Appo this theory, balance growth theory was explained by 3 economists: Nurse through his VCP, then Lewis through his surplus labor, ആൻഡ് റോഡൻ ത്രൂ ഹിസ് ബിഗ് പുഷ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഈസിയാണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പം നക്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ VCP, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ അണ്ടർ ഡെവലപ്മെൻറ്റ് ഇൻ എവരി കൺട്രി ഈസ് എന്താ? VCP നമുക്കറിയാം, അതായത് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. അതായത് ഒരു കൺട്രി പോവർട്ടിയിലാണ്, അവിടെ ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആക്ട് ആൻഡ് റിയാക്ട് അപ്പോൺ ഈച്ച് അതർ ആൻഡ് ദ കൺട്രി ആൾവേസ് ഇൻ എ പോവർട്ടി സ്റ്റേറ്റ്. അങ്ങനെ ഒരു പോവർട്ടിയിൽ തുടങ്ങി പോവർട്ടിയിൽ തന്നെ വരുന്നു. അതിന് 2-3 കാരണങ്ങളും നമ്മൾ പറഞ്ഞാണ്. അതായത് സപ്ലൈ സൈഡിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലോ സേവിങ് ആണ്. VCP പറയുന്ന ഓർമ്മ
ഓർമ്മയുണ്ടല്ലോ. സപ്ലൈ സൈഡിൽ വരുമ്പോൾ ലോ സേവിങ് ആണ്. ലോ സേവിങ് മീൻസ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. ലോ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ലോ ക്യാപിറ്റൽ. ലോ ക്യാപിറ്റൽ മീൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് വൺസ് അഗെയിൻ റീച്ചസ് പോവർട്ടി ലെവൽ. വരച്ചെല്ലാം തന്നാണ്, നോക്കിയോണം. അപ്പോൾ ലോ സേവിങ് പറയണം സപ്ലൈ സൈഡിൽ. ഇനി ഡിമാൻഡ് സൈഡ് വരികയാണെങ്കിലോ ലോ ഡിമാൻഡ് ഓർ ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് വി സി പിയിലൂടെ പറയുന്നത്. ഡിമാൻഡ് സൈഡിൽ വരുമ്പോൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോ ഡിമാൻഡ്. ദാറ്റ് മീൻസ് ലോ ഇൻകം, ലോ ക്യാപിറ്റൽ, അൺഎംപ്ലോയ്മെൻറ്റ്, ലോ പ്രൊഡക്ടിവിറ്റി, ദാറ്റ് മീൻസ് പോവർട്ടി. അങ്ങനെ രണ്ട് സൈഡിൽ കൂടെ നമ്മൾ പറഞ്ഞത്. കൂടാതെ ഒരെണ്ണം കൂടെ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺയൂട്ടിലൈസ്ഡ് ഓർ അണ്ടർ യൂട്ടിലൈസ്ഡ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്, ദേ ആർ ഓൾസോ എസെൻഷ്യൽ ഫോർ വി സി പി. അതൊക്കെ അവിടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നു, ഇൻ ഓർഡർ ടു റിമൂവ് ഓൾ ദീസ് സിറ്റുവേഷൻസ് ഓർ പോവർട്ടി സിറ്റുവേഷൻ, ക്യാപിറ്റൽ, വൈഡ് റേഞ്ച് ഓഫ് ക്യാപിറ്റൽ ഈസ് ടു ബി യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഇൻഡസ്ട്രീസ്. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വി സി പി കളയുക. വി സി പിയെ കളയണമെന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ ക്യാപിറ്റൽ എസെൻഷ്യൽ ഫോർ ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ്. നമുക്ക് ധാരാളം ഇൻഡസ്ട്രി വേണം. അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ കോംപ്ലിമെൻറ്റാരിറ്റി. നമ്മളന്ന് എല്ലാം പറഞ്ഞ കോംപ്ലിമെൻറ്റാരിറ്റി ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഫോറിൻ ട്രേഡ്, ദാറ്റ് മീൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻഷിപ്പ്, അവിടെ എല്ലാം തന്നെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ സ്മൂത്ത് ഡെവലപ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് അതർ എക്കണോമിക് ആക്ടിവിറ്റീസ്. കണ്ടല്ലോ. അപ്പോൾ വി സി പിയെ മാറ്റി ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയിലും അതുപോലെ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാൽ, ക്യാപിറ്റൽ കൂടിയാൽ, ദർ ഇസ് എ കോംപ്ലിമെൻറ്റാരിറ്റി ബിറ്റ്വീൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫോറിൻ ട്രേഡ് എക്സെട്ര. അതാണ് വി സി പിയിലൂടെ അയാൾ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്പർ 2 ലെവിസ് ആണ് പറഞ്ഞത്. ലെവിസ് പറഞ്ഞ എന്താണ്? സർപ്ലസ് ലേബർ, ലേബർ സർപ്ലസ് തിയറിയാണ്. അയാൾ പറഞ്ഞ ഇതേ ഉള്ളൂ, എന്താ, ദാറ്റ് ഈസ് ട്രാൻസ്ഫറിങ് ഓഫ് അഗ്രികൾച്ചർ, സർപ്ലസ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി is essential for economic development. That means a development in both sectors. നമുക്കറിയാം അഗ്രികൾച്ചറിൽ സർപ്ലസ് വർക്കേഴ്സ് ഉണ്ട്. ആ സർപ്ലസ് വർക്കേഴ്സിന് വേജ് കുറവുമാണ്. നേരെ മറിച്ച് ഇൻഡസ്ട്രിയിലാണെങ്കിലോ വേജ് കൂടുതലാണ്. അപ്പോൾ ട്രാൻസ്ഫറിങ് ഓഫ് സർപ്ലസ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബോത്ത് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഓൾസോ ഇൻ ഇൻഡസ്ട്രി. രണ്ടിടത്തും ഒരേപോലെ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ദർ ഇസ് എ ബാലൻസ് ഗ്രോത്ത്. അപ്പോൾ ഒരു ബാലൻസ് ഗ്രോത്തിനെ പറ്റി അയാളും പറഞ്ഞു. ഏതാ? വി സി പിയിൽ നർസ് പറഞ്ഞു ബാലൻസ് ഗ്രോത്തിന് ക്യാപിറ്റൽ കൂടുതൽ വേണം എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ, ലെവിസും പറഞ്ഞു ഒരു ബാലൻസ് ഗ്രോത്ത് വേണം, ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സിൽ ബാലൻസ് ഗ്രോത്ത്. അപ്പോൾ ട്രാൻസ്ഫറിങ് വർക്കേഴ്സ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡസ്ട്രിയിലും അതുപോലെ അഗ്രികൾച്ചറിലും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലെല്ലാം തന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി ഇത് തന്നെയാണ് ആരും പറഞ്ഞത്? റോഡൻ പറഞ്ഞ, റോസൻസ്റ്റൈൻ റോഡൻ, ത്രൂ ഹിസ് ബിഗ് പുഷ് തിയറി. ഓർമ്മയുണ്ടല്ലോ, ലാർജ് സ്കെയിൽ ഓർ എ ബിഗ് ത്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ. അതായത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ വൈഡ് മാർക്കറ്റിംഗ് സിസ്റ്റം, ഇൻഫ്രാസ്ട്രക്ചർ, സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റബിൾ ബിസിനസ് എക്സെട്ര. അതാണ്. അപ്പോൾ ഒരു ബിഗ് പുഷ്, ഒരു ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ സ്പീഡി എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ വൈഡർ മാർക്കറ്റ് റേഞ്ച് അവിടെ വരും. ഒപ്പം തന്നെ ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ പ്രോഫിറ്റബിൾ ബിസിനസ്. ഓൾ ദീസ് ആർ സപ്പോർട്ടഡ് ബൈ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റൂടെ നീഡ് ഫോർ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നും അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്ക്, ബാലൻസിങ് അല്ലയോ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ പിന്നെ എല്ലായിടത്തും. അതായത് ബിഗ് പുഷാണ് എല്ലാ മേഖലയിലും. ഗവൺമെൻറ്റും വേണം, അതുപോലെ പ്രൈവറ്റും വേണം, പ്രോഫിറ്റബിൾ ബിസിനസ്, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം വേണം. അപ്പോൾ ഇവിടെ നർക്സ് പറഞ്ഞതും ബാലൻസ് ഗ്രോത്താണ്. ലെവിസും റോഡനും പറഞ്ഞതും ബാലൻസിങ് ആണ്. അതായത് ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഒരേ രീതിയിൽ ചെയ്യണം. ഇവിടെ റോഡൻ പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾ ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്. ഇയാൾ ഈ ടോട്ടൽ പ്രൊഡക്ഷനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് റോഡൻ. എന്താണ്? സോഷ്യൽ മാർജിനൽ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് SMB, ആൻഡ് പ്രൈവറ്റ് മാർജിനൽ പ്രോഡക്റ്റ് PMP. ഇപ്പോൾ സോഷ്യൽ മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ത്രൂ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റഡ് മോർ ആൻഡ് റേസിംഗ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഇൻകം എക്സെട്ര. അതായത് ഗവൺമെൻറ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സൊസൈറ്റിക്ക് മൊത്തം ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും റേസിംഗ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഇൻകം, ഔട്ട്പുട്ട് എക്സെട്ര, ദാറ്റ് ഈസ് കോൾഡ് SMB, സോഷ്യൽ മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഗവൺമെൻറ്റാണ് ഒരു സൊസൈറ്റിക്ക് കംപ്ലീറ്റ് ഹെൽപ്ഫുള്ളായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെറൈവ് ചെയ്യുന്ന ഇൻകം, എംപ്ലോയ്മെൻറ്റ് എക്സെട്ര ആർ കോൾഡ്
SMP. നേരെ മറിച്ച് PMP എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്, പ്രൈവറ്റ് മാർജിനില്ല. ദാറ്റ് മീൻസ് ബിസിനസ് ഓൺലി ഫോർ ഗെറ്റിംഗ് മാക്സിമം പ്രോഫിറ്റ് ടു ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ബിസിനസ്സിനെയാണ് എന്താ പറയുന്നത്, PMP എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ പറയുന്നത് അത് വേണ്ട, PMP ആകുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡിവിജ്വലും അയാളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളിടത്ത് മാത്രമല്ല ഡെവലപ്മെൻറ്റ് വരത്തുള്ളൂ. അത് വേണ്ട, SMP ഈസ് ഗ്രേറ്റർ ദാൻ PMP, അതാണ് വേണ്ടത്. SMP ഈസ് ഗ്രേറ്റർ ദാൻ PMP. അവിടെ നമ്മൾ ബിഗ് പുഷിൻ്റെ വലിയൊരു പടമൊക്കെ ഞാൻ വരച്ചു തന്നിട്ടുണ്ട്. ഒരു ഏരിയയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ, ഒരു ഫാക്ടറി മാത്രമേ ഉള്ളെങ്കിൽ, കുറച്ച് എംപ്ലോയ്മെൻറ്റും കുറച്ച് ഔട്ട്പുട്ടും ഇൻകമേ ഉള്ളൂ, അവിടെ ഡെവലപ്മെൻ്റ് ഇല്ല. എന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വൺ ഇൻഡസ്ട്രി ദർ സ്റ്റാർട്ടഡ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രി. അങ്ങനെ വരുമ്പോൾ ലാർജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ്, എംപ്ലോയ്മെൻറ്റ്, ഇൻകം ഒക്കെ ഉണ്ടാകും എന്ന് ഡയഗ്രത്തിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ SMP ഗ്രേറ്റർ ആവണം. അങ്ങനെ SMP അതായത് സോഷ്യൽ മാർജിനൽ പ്രൊഡക്റ്റ്, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്, സൊസൈറ്റി ആസ് എ ഹോൾ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം. അങ്ങനെ വന്നാൽ ദർ ഓപ്പറേറ്റ്സ് മൾട്ടിപ്ലയർ എഫക്റ്റ്. നമ്മൾ മാക്രോയ്ക്കകത്ത് പഠിക്കുന്ന കെയ്ൻസിൻ്റെ ഒരു ടേമാണ് മൾട്ടിപ്ലയർ. ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നോക്കിക്കോണം. അപ്പോൾ മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാകും. ദാറ്റ് ഈസ് മൾട്ടിപ്ലയർ എഫക്റ്റ് ഇൻ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്, ഇൻകം, ഗ്രോത്ത്, കൺസ്യൂമർ ഗുഡ്സ്, ദെൻ ക്യാപിറ്റൽ ഗുഡ്സ് എക്സെട്ര. എല്ലാം മൾട്ടിപ്ലയർ ഇൻക്രീസ് ഉണ്ടാകും. അപ്പം SMP ഈസ് ഗ്രേറ്റർ ദാൻ PMP ആയിരിക്കണം. അപ്പോൾ സോഷ്യൽ മാർജിനൽ പ്രൊഡക്റ്റ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാർജ് സ്കെയിൽ മൾട്ടിപ്ലയർ ഓപ്പറേഷൻ അവിടെ നടക്കും. അങ്ങനെ വരുമ്പോൾ മോർ സേവിങ്, മോർ ഇൻവെസ്റ്റ്മെൻറ്റ്, മോർ എംപ്ലോയ്മെൻറ്റ്, മോർ ക്യാപിറ്റൽ ഗുഡ്, മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ്, അല്ലെ പിന്നെ കൺസ്യൂമർ ഗുഡ്, ഇൻകം എക്സെട്ര, ഇതെല്ലാം റൈസ് ചെയ്യും. സോ ദർ ഈസ് എ കോംപ്ലിമെൻറ്റാരിറ്റി ഈസ് എസെൻഷ്യൽ ബിറ്റ്വീൻ ദീസ് പ്രൊഡക്ടിവിറ്റീസ്. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി എല്ലാം കൂടെ, അല്ലെ ഡിഫറൻറ്റ് സെക്ടേഴ്സ് തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി വേണം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൈമിൾട്ടേനിയസ് ആയിരിക്കണം. അപ്പോൾ ഒരു കോംപ്ലിമെൻറ്റാരിറ്റി, അപ്പോൾ 3 പേരും പറഞ്ഞു, കോംപ്ലിമെൻറ്റാരിറ്റി ബിറ്റ്വീൻ ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷന്, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷന്, ഹെൽത്ത്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇങ്ങനെ എല്ലാവരും തമ്മിലുള്ള ഒരു സൈമിൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റാണ് എസെൻഷ്യൽ എന്ന് 3 പേരും പറഞ്ഞു. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ അതിൽ 2-3 കണ്ടീഷൻ എസെൻഷ്യൽ ഫോർ ബാലൻസ് ഗ്രോത്ത്. ഒരു ബാലൻസ് ഗ്രോത്ത് നമ്മുടെ എക്കോണമിയിൽ വരണമെങ്കിൽ 3-4 കാര്യങ്ങൾ വേണം. ദാറ്റ് ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് സപ്ലൈ സൈഡിൽ വരുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വരും, ഡിമാൻഡ് സൈഡിൽ വരുമ്പോൾ മോർ എംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഇൻകവും വരും. അതുകൊണ്ട് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എസെൻഷ്യലാണ്. പിന്നെ ഡൈനാമിക് ചേഞ്ച്, ടൈം ബേസ്ഡ് ചേഞ്ച് വേണം. കാരണം ഒരു എക്കോണമി ഡെവലപ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ടൈം ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം. ദാറ്റ് ഈസ് ഡൈനാമിക് ചേഞ്ച്. പിന്നെ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ്. എല്ലാത്തിനും വേണ്ടി അടിസ്ഥാനപരമായ കാര്യം അതാണ്. എന്താ? ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സെക്ടേഴ്സ് വേണം. പിന്നെ അതുപോലെ തന്നെ പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത്. ഇപ്പം കംപ്ലീറ്റ് ഗ്രോത്ത് എല്ലായിടത്തും വരണമെന്നില്ല. പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. എത്രത്തോളം ഇൻവെസ്റ്റ് നമ്മൾ ചെയ്യുന്നു അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആയിരിക്കും വരുന്നത്. പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് റേറ്റ് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ദർ ഈസ് ഓൾസോ ആൻ ഇൻ്റർ ഡിപ്പെൻഡൻസ്. അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞ സൈമിൾട്ടേനിയസ്. അപ്പോൾ ഇൻ്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഇൻഡസ്ട്രീസ്, ഡിഫറൻറ്റ് അഗ്രികൾച്ചർ എക്സെട്ര ഓർ ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. സോ എ സൈമിൾട്ടേനിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൾമോസ്റ്റ് all sectors is essential for economic growth according to Roden Lewis Nurse is called balanced growth theory. ഇതിൻ്റെ 2ാമത്തെ വെർഷനാണ് അൺബാലൻസ്ഡ്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, ആ നമ്പർ വഴി എന്നെ അറിയിക്കണം. അപ്പം ഞാൻ അതിൻ്റെ അനുസരിച്ച് മറുപടി പറയാം. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ.